തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. തൂബ ജ്വല്ലറിയിൽ ഓണം സ്വർണോത്സവം 2024 തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ 100 പവൻ സ്വർണം ബമ്പർ സമ്മാനം. ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. 1 ഗ്രാം വീതം 1100 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വർണം വാങ്ങൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ അവസരം നേടൂ. വാർത്തകൾ വിശദമായി. നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട ഇന്നലെ പുറത്തുവന്ന 16 പേരുടെ സ്രവ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇതുവരെ 104 പരിശോധനാ ഫലങ്ങളാണ് നെഗറ്റീവായത്. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 94 പേരുടെ ക്വാറന്റൈൻ ഇന്ന് അവസാനിക്കും. പ്രാഥമിക പട്ടികയിലെ 4 പേരുടെയും സെക്കൻഡറി പട്ടികയിലെ 90 പേരുടെയും ക്വാറന്റൈനാണ് ഇന്ന് അവസാനിക്കുക. രോഗബാധിത മേഖലയിൽ ഉൾപ്പെടുത്തിയ കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണം പിൻവലിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. തിരുവാലി ഗ്രാമപഞ്ചായത്തിൽ നിപ്പ രോഗം മൂലമുള്ള മരണം സ്ഥിരീകരിച്ചിട്ടുള്ള സാഹചര്യത്തിൽ രോഗവ്യാപനം തടയുന്നതിൻ്റെയും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിൻ്റെയും ഭാഗമായി തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകൾ, മമ്പാട് ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡ് പരിധികളിലും ജില്ലയിൽ പൊതുവായും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് നേരത്തെ ഉത്തരവിറക്കിയിരുന്നു. നിലവിൽ പുതുതായി നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത സാഹചര്യത്തിൽ സൂചന ഉത്തരവ് പ്രകാരം തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകളും മമ്പാട് പഞ്ചായത്തിലെ 7ാം വാർഡിലും ജില്ലയിൽ പൊതുവായും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നതാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. രോഗലക്ഷണങ്ങളുമായി ഒരാൾ ഇന്നലെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. 28 പേർ പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അഡ്മിറ്റായി ചികിത്സ തുടരുന്നുണ്ട്. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് മികച്ച മാനസിക പിന്തുണയാണ് നൽകി വരുന്നത്. ഇന്നലെ 2 പേർക്കുൾപ്പെടെ 281 പേർക്ക് കോൾ സെന്റർ വഴി മാനസിക പിന്തുണ നൽകിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മലപ്പുറം.